എന്തായിരുന്നു സിജു സണ്ണിൽ നിന്ന് പഠിച്ച ഒരു ജീവിത പാഠം? എന്റെ പൊന്നെ, നീ എന്നെ ഏറി കേട്ടാനെ കൊണ്ട് തുനിഞ്ഞിറങ്ങിയേക്കുവാന്ന്. മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥ എന്നപ്പോഴാണ് ഈ ബിപിൻ ദാസ് ചേട്ടൻ എന്നെ വിളിക്കുന്നത്. അത്രയ്ക്ക് സ്പെഷ്യലാണ് ഈ പടം എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തായിരുന്നു ചോദ്യം? ടാർസൻ പേര് ശരിക്കും പഞ്ചുണ്ട്, സുബിൻ ടാർസൻ. അത് മറ്റേ മൗഗ്ലി അല്ലേ? ടാർസനാണോ മൗഗ്ലിയാണോ? കുഞ്ഞു കുഞ്ഞു തമാശകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ വന്ന് നിങ്ങൾ പറയണം. ആണ് നീ ഒന്നും കാണിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റിയാ. ഇതിലെത്ര സെറ്റപ്പ് അല്ല, നമ്മളൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് പഠിച്ചു വന്ന് പറ. ഇത് വായിക്കാൻ പറ്റത്തില്ല. ഇത് ഡോക്ടർ എഴുതിയത്. അല്ലല്ല, ക്ലാസ്സിൽ പഠിപ്പിസ്റ്റുകൾ ഇരിക്കുന്ന ഏരിയ ഉത്തരത്തില് പറടാ. ഉത്തർപ്രദേശ്. എന്ത് വിധി ഇത്? പക്ഷേ ഒന്നാമത്തെ പ്രാവശ്യം മുട്ടയിട്ടു പൊട്ടി. എന്താ കാര്യം? അഹങ്കാരം. ഞാൻ ആദ്യം നിങ്ങളുടെ എല്ലാം ഫ്ലോപ്പാണ്, ഭയങ്കരമാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് സിജു സണ്ണി, അനുശ്വരാജ് അർജുൻ, സുബിൻ ടാർസൻ ആൻഡ് ജാസിം. സോ 4 പേർക്കും വെൽക്കം. താങ്ക് യു. അനുശ്വര, ഈ സിജു സണ്ണിയുടെ കൂടെ രണ്ടാമത്തെ പടമാണല്ലോ. അപ്പോൾ ആദ്യത്തെ പടത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവല്ലോ, ഇങ്ങനെ പുതിയ ആള് ഇങ്ങനെയൊക്കെ. ഈ രണ്ടാമത്തെ പടത്തിലേക്ക് വന്നപ്പോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അല്ല, എന്തായിരുന്നു സിജു സണ്ണിൽ നിന്ന് പഠിച്ച ഒരു ജീവിത പാഠം? എന്റെ പൊന്നെ, നീ എന്നെ ഏറി കേട്ടാനെ കൊണ്ട് തുനിഞ്ഞിറങ്ങിയേക്കുവാന്ന്. അല്ല, അങ്ങനെ നമ്മളിപ്പം ആദ്യ സിനിമയ്ക്ക് നമുക്ക് ഗുരുവായൂരിന്റെ സമയത്ത് നമുക്ക് ആർക്കും ക്ലൈമാക്സിന്റെ സമയത്ത് കാര്യമായിട്ടുള്ള ഷൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാരും റെഡി ആയിട്ട് കാരവന്റെ പുറത്ത്, കാരവനിൽ ഒരു മാക്സിമം ഇന്നലെ നമുക്ക് മതിയായി പുറത്തിറങ്ങി എല്ലാവരും നമ്മൾ 10-20 ആൾക്കാർ ചുറ്റും ഇരുന്ന് നല്ല ഗെയിമൊക്കെ പറഞ്ഞ് ഗെയിമും കളിച്ച് എല്ലാവരും ഇംഗ്ലീഷ്, ഞാനും ഇടയ്ക്ക് ബേസിലായിട്ടൊക്കെ വന്ന് അങ്ങനെ ഇരുന്ന് സംസാരിക്കും. ഇതാണ് നമ്മുടെ എല്ലാവരും. അപ്പോഴേ നമ്മളെല്ലാവരും കമ്പനിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമുണ്ട്, കമ്പനിയാണ്. അപ്പം ഇതിലേക്ക് വരുമ്പോഴും അങ്ങനെ ഒരു പുതിയതെന്നുള്ളതല്ല, കാരണം ഓൾറെഡി ഫാമിലി സെയിം ആണ്. ഡയറക്ടർ മാറിയെന്നേ ഉള്ളൂ, ഫാമിലി സെയിം ആണ്. പുതിയ ഡയറക്ടർ വന്നു, SPB ചേട്ടൻ വന്നു, ബാക്കി എല്ലാം ഗുരുവായൂരും വാഴ ടീം. കോമ്പിനേഷൻസ് കുറവായിരുന്നു ഗുരുവായൂർ ഞങ്ങള് തമ്മിൽ വളരെ ഒരു ദിവസം എന്റെ ഫസ്റ്റ് ഡേ എങ്ങാനും നമ്മുടെ മറ്റേ ബ്യൂട്ടി പാർലറിൽ എന്തോ പറയുന്നു, അതും എത്ര ദൂരത്തിൽ നിന്നിട്ട്. പിന്നെ ഇതിലേക്ക് വന്ന അത് കോമ്പിനേഷനിലുള്ള ഇതൊന്നുമില്ല, പക്ഷെ ഫാമിലിയിലോട്ട് തന്നെ വിരിച്ചു വരുന്ന ഒരു പരിപാടി തന്നെ. അങ്ങനെ ഇത് പുതിയതായിട്ടാണോ അങ്ങനെയുള്ള ആകെ പുതിയ സ്ലാങ് ആയിരുന്നു രണ്ടുപേർക്കും. ഈ പടത്തിൽ ഇവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കി ഫുള്ള് ട്രിവാൻഡ്രം സ്ലാങ് ഉള്ളവരാ. അവർക്ക് എളുപ്പമാണ്, അവര് ട്രിവാൻഡ്രം ആണ്. ഇത് ട്രിവാൻഡ്രം പടമാണ്, ഇത് തിരുവനന്തപുരം സ്ലാങ് പടമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ബെൽറ്റും കൂട്ടുകെട്ടൊക്കെ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പടം ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥ എന്നപ്പോഴാണ് ഈ ബിപിൻ ദാസ് ചേട്ടൻ എന്നെ വിളിക്കുന്നത്. ഞാൻ നമ്മുടെ ഇവിടുത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എൻ്റെ ഒരു പടം പോയി, സമയമൊക്കെ പോയി വിളിച്ച്, ഇല്ല അത്യാവശ്യം വലിയ സിനിമയിൽ നല്ല അത്യാവശ്യം വലിയ റോള്, അത് പോയി എന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര വിഷമം, ഇങ്ങനെ നെഞ്ചിലെന്തോ ഒരു ഭാരം എടുത്ത് വെച്ച പോലെ ഇരിക്കുന്ന സമയത്താണ് ബിപിൻ ദാസ് ചേട്ടൻ വിളിക്കുന്നത്. ആ സമയത്ത് ഞാൻ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു, കെട്ടി വെച്ച്. അതാ നിനക്ക് മുടി വെട്ടണതിൽ വിഷമമൊന്നുമില്ലല്ലോ എന്ന്. ആദ്യം പടമുണ്ട് ഒന്നും പറയില്ല. ബിപിൻ ദാസ് ചേട്ടൻ്റെ കോള് കണ്ടപ്പോൾ തന്നെ വെറുതെ വിളിക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ചാർജ് ആയ പോലെ. ഞാനത് മുടി വെട്ടാൻ ചേട്ടാ എനിക്കെന്തോ കുഴപ്പം? മുടി വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലടാ, പക്ഷെ നിന്നെ ഇത്രയും വർഷമായിട്ട് ആൾക്കാർ മുടി അങ്ങനെ വെച്ചിട്ടല്ലേ കണ്ടിട്ടുള്ള, നമുക്ക് നമ്മുടെ പടത്തിൽ മുടി ഇല്ലാതെ ഒരു അപ്പിയറൻസ് കൊണ്ടുവരാന്ന് നമ്മുടെ പടത്തിൽ. എനിക്ക് നമുക്ക് ഈ ദൈവം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ സത്യം പറയാൻ ആരും നിമിഷം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര അത്രയ്ക്ക് സ്പെഷ്യലാണ് ഈ പടം എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തായിരുന്നു ചോദ്യം? ഇതിലോട്ട് വന്നപ്പോ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി ഞാൻ വന്നതാണ്. വന്നപ്പം സിനിമയിൽ ഫുള്ള് നമുക്ക് അറിയാന്നുള്ള ഫുള്ള് സുഹൃത്തുക്കളാണ്. പേഴ്സണലി അറിഞ്ഞുകൂടാത്തത്
അറിയാം. പ്രചണ്ഡ നായകനെ അറിയായിരുന്നു. ഞങ്ങളെല്ലാം ചാറ്റ് ചെയ്യായിരുന്നു. നമ്മള് നല്ല കമ്പനിയാ. ഞങ്ങള് റീൽസ് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതെപ്പോഴും ഉണ്ട്. രണ്ടുപേരെ മാത്രമേ നേരിട്ട് അറിയാത്ത, അനശ്വരയും ബൈജു ചേട്ടനെയും മാത്രമേ അറിയാത്തേ ഉള്ളൂ നേരിട്ട്. ബാക്കിയെല്ലാം ഫ്രണ്ട്സ് തന്നെ. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിരുന്നു. ഈ ടാർസൻ പേര് ശരിക്കും എന്താ? എന്റെ ഇരട്ടപ്പേരാ. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ മുടിയൊക്കെ വളർത്തിയിരുന്ന വള്ളി തൂക്കി നടക്കുന്ന ആ ഒരു രീതിയിൽ വിളിച്ചതാണ്. അപ്പൊ പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമയത്ത് സുബിൻ SB എന്നൊക്കെ ഇട്ട് നോക്കി. അപ്പൊ ആ പേരുള്ള വേറെ കുറെ പേരുള്ളതുകൊണ്ട് എനിക്ക് ആ പേരിൽ സുബിൻ SB ആ പേരിൽ എനിക്ക് തുടങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇരട്ടപ്പേരും കൂടെ എന്റെ പേരിന്റെ കൂടെ ചേർത്തു ഇട്ടു. അപ്പൊ അങ്ങനെ തുടങ്ങിയതാ. പഞ്ചുണ്ട്, സുബിൻ ടാർസൻ ഇല്ലേ? സുബിൻ എന്ന് മാത്രം ഇട്ടാണെങ്കിൽ ചിലപ്പം ആ ഒരു പഞ്ച്. പക്ഷെ ടാർസൻ ഇവനും ഷെമീറിന്റെ അടുത്തോട്ട് എറണാകുളത്ത് നിന്നപ്പോഴേ ആരോ വന്നിട്ട് ആദ്യം ഷെമീറിന്റെ അടുത്ത് സംസാരിച്ച് ഇപ്പൊ സുബിൻ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പം ഷെമീർ സംസാരിച്ചിട്ട് സുബിനോട്ട് മാറിയപ്പം അത് മറ്റേ മൗഗ്ലി അല്ലേ? സുബിൻ മൗഗ്ലി അല്ലേ? അറിയ കാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നറിയാം. ശരിക്കും ഇതിന്റെ ഫസ്റ്റ് പ്രൊമോ എന്നത് ഇൻസ്റ്റാഗ്രാം ഒരു റീൽ എടുക്കുന്നതാണല്ലോ. ശരിക്കും നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ റീൽ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവും വിശ്രമ വിളകൾ ആനന്ദകരമാക്കാൻ? കാണാൻ സാധ്യത കുറവാണ്. കാരണം ഓരോരുത്തരും ഓരോ ലുക്കിലായിരിക്കും, കോസ്റ്റ്യൂമിലായിരിക്കും. ആ സമയത്ത് അങ്ങനെ റീൽ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യുമായിരിക്കും. പക്ഷെ ആ സമയത്ത് കുറെ പരിമിതികളുണ്ട്. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്ന കോസ്റ്റ്യൂമും ലുക്ക് ഇതൊക്കെ പുറത്ത് വിടേണ്ടി വരും. റീലൊക്കെ എടുക്കാൻ എനിക്ക് അതിന് ഇല്ല, എനിക്ക് അറിയില്ല. ശരിക്കും അറിയില്ല എന്നല്ല, അതായത് ഇവര് ഇരുന്ന് കണ്ടന്റ് ഉണ്ടാക്കി അതിനെപ്പറ്റി അത്യാവശ്യം ഇവരെ അറിഞ്ഞിട്ടാണ് ഈ റീൽസ് ഒക്കെ എടുക്കുന്നത്. അതിന് ഇതൊക്കെ പറഞ്ഞ് അതിനുള്ളൊരു എഫേർട്ട് എടുക്കാനുള്ള ഒരു മടി എനിക്ക്, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ചാൻസ് ഇല്ല. ശരിക്കും ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. ഇതിലും ഒരു സിസ്റ്റർ ആണല്ലോ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കണ റീലൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. ശരിക്കും ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്. ഇതിനകത്ത് സിസ്റ്ററോ? അല്ല, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സിസ്റ്റർ ആണല്ലോ റീൽ എടുക്കാൻ വേണ്ടി. അപ്പൊ ശരിക്കും ചേച്ചിയാണോ? ചേച്ചി റീൽ കമ്പാനിയനായിട്ടൊക്കെ? അങ്ങനെ എനിക്കങ്ങനെ റീൽ കമ്പാനി അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഞാനൊരു റീൽ എടുക്കാൻ ഇതുവരെ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടില്ല. ഒരു റീൽ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിനോട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്തേലും റീൽ ഉണ്ടെങ്കിൽ അതൊക്കെ മിക്കതും അവളൊക്കെ എടുക്കുന്ന തന്നെ ആയിരിക്കും. എന്തേലും അതൊക്കെ അവൾ തന്നെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എനിക്ക് തരുന്നതായിരിക്കും മിക്കതൊക്കെ. മരണമാസിന്റെ റൈറ്ററോടാ റിലീസ് ഒക്കെ കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? അറിയാവുന്ന പോലൊക്കെ തന്നെ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതെ, നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു എങ്ങനെയൊക്കെ? പിന്നെ തീർച്ചയായിട്ടും അത് അങ്ങനെ ആണല്ലോ. ഇനിയിപ്പോ അങ്ങോട്ട് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉള്ളിടത്തോളം കാലം അഭിപ്രായങ്ങളുണ്ടാവും. പലരുടെ അഭിപ്രായങ്ങൾ അവിടെ ആയിരിക്കും അവർ ഇനി പ്രകടിപ്പിക്കാൻ പോകുന്നത്. കൂടുതൽ ആൾക്കാർ OTT വരുമ്പോഴാണല്ലോ കാണാനും പോകുന്നത്. അപ്പോൾ അത് അവർ പ്രകടിപ്പിക്കുന്നു, നമ്മളത് കാണുന്നു, നമ്മൾ അതിനകത്തുനിന്ന് എടുക്കേണ്ടതിനൊക്കെ എടുക്കുന്നു, കളയേണ്ടതിനൊക്കെ കളയുന്നു. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകും. അടുത്ത പരിപാടി തുടങ്ങി. അടുത്ത പരിപാടി ഇനി വ്യസനം കഴിഞ്ഞിട്ട് അടുത്ത ഒരു സബ്ജക്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഒന്ന് ഫൈനലിലേക്ക് എത്തിക്കണം. ഇതിന്റെ പ്രൊമോഷനും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതിലേക്കൊന്ന് കയറും. എൻ്റെ കയ്യിൽ 4 പേപ്പറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് 4 പേർക്കും ഇതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തമാശകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ വന്ന് നിങ്ങൾ പറയണം. പറഞ്ഞിട്ട് അതിൻ്റെ പ്രസൻറ്റേഷനിലാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇരിക്കുന്നത്. പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിരിക്കണം. പറയുന്ന ആളല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ ചിരിക്കണം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇപ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ആന എന്തുകൊണ്ട് കാട്ടിലകപ്പെട്ടു? അത് പോയോണ്ടകപ്പെട്ടു. അങ്ങനെയൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പൊ ആദ്യം ആരാ വരാൻ പോണെന്ന് വെച്ചാൽ ഐശ്വര്യമായിട്ട് ഒരു കാര്യം ചെയ്യാം. ആദ്യം നീ ഒന്നും കാണിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാരിറ്റി തന്നതിന് ശേഷം ക്ലാരിറ്റി തന്നു കഴിഞ്ഞാൽ ഇതിലെത്ര സെറ്റപ്പ് അല്ല. ഞാനിന്ന് രാവിലെ ആദ്യം കാണിച്ച ബാറ്റ്സ്മാൻ ലവ്സ് ചപ്പാത്തി വൈ പരത്തുന്നുണ്ട്. അല്ല, ബാറ്റ്സ്മാൻ ലവ് ചപ്പാത്തി. ബാറ്റ്സ്മാൻ ലവ് ചപ്പാത്തി വൈ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഗോതം. ഞാൻ അതുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ നോക്കിയേ. ഗോതം സിറ്റി. ഗോതമ്പ്. ജോൺ വിക്ക് എന്തുകൊണ്ട് 4 പാർട്ടാക്കി? അപ്പൊ അതുപോലത്തെ കുറച്ച് സാധനം ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്ത് ജസ്റ്റ് പറഞ്ഞാൽ മതി. പക്ഷെ ആ പ്രസന്റേഷനിൽ അപ്പുറത്തുള്ള ഒരു ചിരി വരണം. ഓക്കെ,
ഫസ്റ്റ് ആരാ പറഞ്ഞെന്ന് വെച്ചാ അവിടെ തുടങ്ങിയതാ. അവിടെ തുടങ്ങിയത് അവിടെ തുടങ്ങി 1, 2, 3, 4 നിങ്ങളിതൊക്കെ ഓക്കെ ആ കാണിച്ചു കൊടുക്കണം അവിടെ ഇരുന്നാലും മതി. എന്തിനാ ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ മതി. അല്ലല്ല രണ്ടോ മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ പറയണം. വായിച്ചു പിടിക്കുന്നു പറ. അയ്യേ ചുമ്മാ വായിക്കല്ലേ. പ്രസന്റേഷനിലാണ് അതിന്റെ ഒരു ക്രക്സ് ഇരിക്കുന്നത്. പറ. ഇത് വായിക്കാൻ പറ്റത്തില്ല. ഇത് ഡോക്ടർ എഴുതിയത്. അതല്ലേ ഞാൻ എളുപ്പം എല്ലാം എളുപ്പം. വേറെ പേപ്പർ വരൂ. ഇത് അതിലും കോമഡി. ഇതിലും കോമഡിയാണ്. മറ്റേ കേട്ടോ, ക്ലാസ്സില് പഠിപ്പിസ്റ്റുകൾ ഇരിക്കുന്ന ഏരിയ എന്ത് വിളിക്കും? ഉത്തരത്തില് പറടാ. ഉദരത്തിലാ ഉത്തരത്തിൽ ചോദ്യം ക്വസ്റ്റ്യൻ മാർക്ക്. ഉത്തർപ്രദേശ്. ആ ഒരു സാധനം ഇതിന്റെ പ്രസന്റേഷനിലാണ് ഇതിന്റെ ഒരു ഇതിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ആർക്കും അറിയത്തില്ല ഇത് എങ്ങനെ ഞങ്ങളിത് പ്രസന്റ് ചെയ്തൊക്കെ കുറച്ച് വെറൈറ്റി. വേറെ സാധനം അല്ലേ അടുത്ത ആൾക്ക് കൊടുത്തു. ഇല്ല പറ. കഴിഞ്ഞോ? ഒരാൾ ഇത് പറഞ്ഞാൽ മതിയാ? അതൊന്ന് പറഞ്ഞാൽ മതി. ഇത് ശരിയാട്ടോ. ഇതെന്താ ഇത്? ഉത്തരാഖണ്ഡ് ആയാലെന്താ? ഉത്തരാഖണ്ഡ് ആയാലും അതും പറയാലോ. കണ്ട ചുമ്മാ ഫേക്ക്. കാട്ടില് ഒക്കെ ഒരു കാട്ടിലകപ്പെട്ട രാമുവിന്റെ മുന്നിൽ ഒരു പുലി ചാടി. കാട്ടിലകപ്പെട്ട രാമുവിന്റെ മുന്നിൽ പുലി ചാടി. അപ്പം പുലി ചാടി പേടിച്ചു. ആര് പേടിച്ചു? രാമു പേടിച്ചു. ഓക്കെ, രാമു കീശയിൽ നിന്ന് 200 രൂപയുടെ നോട്ട് പുലിയുടെ മുന്നിലേക്ക് നീട്ടി. ഇത് കണ്ട് പുലി പേടിച്ചു പോയി. ചില്ലറക്കാരനല്ല. ഞാൻ തിരിച്ചാ മതിയോ? കാശെടുത്തപ്പോഴേ കേട്ടു. ഇനി നീ ഒരു പക്ഷി ആകാശത്തൂടെ പറക്കുമ്പോൾ മുട്ടയിട്ടു. പക്ഷെ ആ മുട്ട പൊട്ടിയില്ല. എന്താ കാര്യം? നിക്കറിട്ടുണ്ടായിരുന്നു. ഭാഗ്യം. ആ പക്ഷി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറക്കുമ്പോൾ വീണ്ടും മുട്ടയിട്ടു. പൊട്ടിയില്ല. എന്താ കാര്യം? വീണ്ടും ഭാഗ്യം. ഭാഗ്യം. പക്ഷേ 3ാമത്തെ പ്രാവശ്യം മുട്ടയിട്ടു. പൊട്ടി. എന്താ കാര്യം? അഹങ്കാരം. ഞാൻ ആദ്യം ചോദ്യം ചോർന്ന് ചോദ്യം ചോർന്ന്. നീ ഇത് അറിയാവുന്നോണ്ട് ഇത് എങ്ങനെ കയറി ഭയങ്കര മറ്റേ ചൂരലല്ലേ? അപ്പൊ അവർക്ക് പക്ഷികളുടെ ചിന്താഗതിയൊക്കെ അതൊക്കെ പക്ഷികളുടെ മെന്റൽ സ്റ്റേറ്റ് ഒക്കെ അറിയായിരിക്കണം. സിമ്പിളടാ, രക്ഷപ്പെട്ടു. ഹരികൃഷ്ണൻസില് മോഹൻലാലും മമ്മൂട്ടിയുമാണ് നായകന്മാര്. സത്യത്തിൽ അവരെല്ലാം നായകന്മാര്. സത്യത്തിൽ അവരല്ല, സത്യത്തില് നിങ്ങളതെല്ലാം ഫ്ലോപ്പാണ്. ഭയങ്കര ഒരു എംപ്റ്റി റൂമാണ്. ആ റൂമിലാണെങ്കിൽ വേറെ ഡോറോ വിൻഡോസോ ഒന്നുമില്ല. അവിടെ ആകപ്പാടെ ഉള്ളത് ഒരു ബൾബും അത് സ്വിച്ച് മാത്രമേ ഉള്ളൂ. അയാൾക്കാണെങ്കിൽ മരിക്കണം. എങ്ങനെ മരിക്കും? ബൾബും സ്വിച്ച് മാത്രമേ ഉള്ളൂ. കറണ്ട് അടിച്ചു മരിക്കും. ഇതില്ലല്ല, ലൈറ്റ് വരും. ലൈറ്റ് ബൾബും സ്വിച്ചിലുമാണ് വിറ്റ്. ബൾബില് സ്വിച്ചിലാണ് വിറ്റ്. ബൾബ് സ്വിച്ച് ഓൺ ആക്കുമ്പോ ലൈറ്റ് വരും. അങ്ങനെ അതൊന്നും ഓൺ ആക്കണ്ടെന്ന് തോന്നുന്നു. അതിന് മുമ്പേ അതിനകത്ത് എന്തോ ഉണ്ട്. ലൈറ്റ് സ്വിച്ച്, ലൈറ്റ് പ്രകാശം, സംശ്ലേഷണം, പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ ബുദ്ധി തോറ്റു. സ്വിച്ച് ഇടുമ്പോ ലൈറ്റ് കത്തി. അത് ഞാൻ ആ കത്തി എടുത്ത് ഇത് പ്രിയ ഓഡിയൻസ്, ഇതുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. നമ്മള് ഇത് ക്വസ്റ്റ്യനോ ഇതിന് ആൻസറോ ആയിട്ട് ഞങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതാണ്. ആദ്യം പേപ്പർ എടുത്തപ്പോ അതിലും അറിയാം പക്ഷി. പക്ഷെ പക്ഷിയും മാനും മുയലായി മടുത്ത് മനുഷ്യന്റെ പേപ്പർ എടുത്തത്. അയ്യോ, ഈ സിനിമയുടെ പേര് ഭയങ്കര ക്യാച്ചിയാണ്.
ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ശരിക്കും നിങ്ങളെ അട്രാക്ട് ചെയ്ത ആ പേര് എത്രത്തോളം ഉണ്ട്? വ്യസനസമേതം ബന്ധുമിത്രാദികൾ. എന്താ പേരെന്ന് ചോദിച്ചോ? പേരിൻ്റെ അത് ഓൾറെഡി ചരമക്കാടുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ അത് വരുന്നതാണ്. വ്യസന സമേതം കുറേ ബന്ധുക്കളുടെ വ്യസനം, പക്ഷേ അവിടേക്ക് വരുന്ന ബാക്കി കുറേ ആൾക്കാരെ മറ്റു കുറേ ഫണ്ണും കോമഡിയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് വ്യസനം. ഈ പടത്തിന് എന്തുകൊണ്ടും യോജിച്ചൊരു പേരാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. ആ പടം കണ്ടു കഴിയുമ്പോഴേ കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. പടം കാണുമ്പം എന്തായാലും വ്യസനം ഉണ്ടാകത്തില്ലെന്നാണ് തോന്നുന്നത്. ശരിക്കും എന്താ സിനിമ ഓൾ അബൌട്ട്? എന്താ സിനിമയുടെ ജോണറും ഹ്യൂമറും? അതെ, നടക്കുന്ന വീട്ടിന് ചുറ്റുമുണ്ട്. അപ്പം വീട്ടിലുള്ളവർക്ക് വിഷമം തന്നെയാണ്, പക്ഷെ ഒരു മരണ വീട്ടിൽ വരുന്ന ആൾക്കാരെല്ലാവരും എല്ലാവർക്കും വിഷമം ഉണ്ടാവണമെന്നില്ലല്ലോ. ഓരോരുത്തർ വരുന്ന ഓരോ പർപ്പസിലായിരിക്കും. അപ്പം അതിൽ ചുറ്റിപ്പറ്റിയുള്ള കോമഡി ആ ഒരു ഒറ്റ ദിവസത്തെ ഒരു, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഒരു കോമഡി ജയ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. രണ്ടും എനിക്ക് വർക്കാണ്. പക്ഷെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഒരു കോമഡി ആയിട്ട് കാണിച്ച് അങ്ങനെ ഇരിക്കും എന്നുള്ളത് ജയ. അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈമയോ പോലത്തെ ഒരു പടം. അതിൻ്റെ ഒരു കോമഡി ആയിട്ട് ആ ഒരു സെയിം സാധനം കോമഡി ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ എങ്ങനെ എടുക്കും ആ ഒരു. ജാനേമൻ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഈ സബ്ജക്റ്റ് മരണ വീട്ടിലെ കോമഡികൾ ഒരിക്കലും തീരത്തില്ലെന്നാണ് വിപിൻ ചേട്ടൻ പറയുന്നത്. ഇനിയുണ്ട് ഈ പടത്തിൽ ഏകദേശം 1 മണിക്കൂറത്തെ സ്ക്രിപ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ഇവരുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് കുറെ മാറ്റിയിട്ടുണ്ട്. കാരണം ലെങ്ത് പരമായിട്ടും കുറെ മാറ്റിയിട്ടുണ്ട്. അത് വെച്ച് വേറെ സിനിമ എടുക്കാം. അതുപോലെ ഉണ്ട് മരണ വീട്ടിലെ പരിപാടികളെന്ന് പറയുന്നത്. ഈ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മരണ വീട്ടിൽ ഒരു കുറച്ചാൾ മുമ്പ് വൈറലായിട്ടുള്ള ഒരു റീൽ ഉണ്ടായിരുന്നല്ലോ. എനിക്കിന്ന് രാവിലെ ഒരു മരണം ഉണ്ടായിരുന്നു. മരണം കഴിഞ്ഞപ്പോഴത്തേക്ക് KFC പോയിട്ട് ശരിക്കും അങ്ങനത്തെ മൂമെന്റ്സ് ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്? ഇല്ലില്ല, ഇത് അങ്ങനെയുള്ളൊരു ഇതേ ഇല്ല. ഇൻസ്റ്റയുമായിട്ടൊന്നും അങ്ങനെയുള്ള പരിപാടികളല്ല. ഇത് പക്കാ നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് മാത്രമാണ് അതിലേക്ക് വരുന്ന 12 മണിക്കാർ തൊട്ട് എല്ലാ ആൾക്കാരും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള നല്ലൊരു പരിപാടിയാണ്. അല്ലാതെ എല്ലാ ഓഡിയൻസിനും ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന, ചിലപ്പോൾ ഈ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയല്ലേ, നമ്മുടെ അപ്പുറത്തുള്ള ചേട്ടനല്ലേ എന്ന് തോന്നുന്ന ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള പരിപാടികളാണ്. അതിൽ ഞാൻ 100% എനിക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ തന്നെ പറയുന്നത്. മല്ലികമ്മയുടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ ശരിക്കും? പുള്ളിക്കാരി എങ്ങനെയാ? കൂടുതലും കൊച്ചുമോ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഇല്ല. ഭയങ്കര ആളിപ്പോ ഒരു എറൗണ്ട് 50 വർഷത്തോളമായി ഇൻഡസ്ട്രിക്കകത്ത് വന്നിട്ട്. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുക. കാരണം ആളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആളെല്ലാവരോടും മിങ്കിൾ ചെയ്യുന്നതും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര വാമായിട്ടാണ് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ. എല്ലാവർക്കും ഇഷ്ടമാണ് ആൾക്കും എല്ലാവരും ഇഷ്ടമാണ്. ഭയങ്കര പ്രൊഫഷണലാണ്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് സംസാരിക്കുന്ന, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കുന്ന, ഡയലോഗൊക്കെ ഭയങ്കര അങ്ങനെ കറക്റ്റായിട്ട് ആളുടേതായ രീതിയിൽ ഭയങ്കര രസമായിട്ട് ആൾ പറയും. ഭയങ്കര അടിപൊളിയാണ് ആളുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രേഖാചിത്രം കഴിഞ്ഞപ്പോഴേ പലരും പറഞ്ഞ സംബന്ധി പെർഫോമർ അനശ്വര എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. കാരണം ആ സിനിമ ശരിക്കും ടൈറ്റിൽ ഭയങ്കര ഇതായിരുന്നു, പക്ഷെ ടൈറ്റിൽ റിലീസിന് മുമ്പ് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശരിക്കും ഈ രേഖാചിത്രം കഴിഞ്ഞപ്പോൾ എന്താ ശരിക്കും പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്തായിരുന്നു ആ സിനിമയെ കുറിച്ചിട്ടുള്ള? ആളുകൾ സ്വീകരിച്ച ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കൊക്കെ. അത് ഈവൻ OTT ഇറങ്ങിയതിന് ശേഷവും ഇപ്പൊ പുറത്തു പോകുമ്പോഴേ OTT ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് ആൾക്കാർ കണ്ടോളൂ. പുറത്തു പോകുമ്പോഴും എല്ലാ ആൾക്കാരും കണ്ടിട്ട് ആൾക്കാർ കണ്ടിട്ട് രേഖാചിത്രം കണ്ടിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി പുറത്തു നിന്ന്. അതേപോലെ കുറേ ആൾക്കാർ കണ്ടിട്ട് അത് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ കണ്ടന്റും അത് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായിട്ട് ഒരുപാട് പേരെന്നോട് സംസാരിച്ചു. ആ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു ക്യാരക്ടർ എഴുതിയ സമയത്ത് ജോഫി ചേട്ടൻ്റെ മൈൻഡിൽ എൻ്റെ ഒരു ഫേസ് വന്നതിൽ ഞാൻ ഭയങ്കര ഗ്ലാഡാണ്. എനിക്കത് ഒരുപാട് സന്തോഷം. ഈ ശരിക്കും ഈ കോമഡിക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ഒരു കോമഡിക്ക് ലൈഫ് ഉണ്ടോ? അത് ആ കേൾക്കുന്ന ആളുടെ ഇതുപോലെ ചെയ്യും. നമ്മളിപ്പോൾ ഒരു കോമഡി അടിച്ച് അത് 10ൽ 3 പേർക്ക് ചിലപ്പോൾ വർക്കാവും, ബാക്കി 7 പേർക്ക് വർക്കാവത്തില്ല. അത് ആ കേൾക്കുന്ന ആൾക്കാരുടെ ഇതിൽ മൈൻഡാലിറ്റി പോലാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിനെങ്ങനെ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ചില സിറ്റുവേഷണൽ കോമഡികളുണ്ടല്ലോ, അതൊരിക്കലും പിന്നീട് ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു കോമഡി അടിക്കുമ്പോൾ അത് വർക്കാവും. അതേ കോമഡി നമ്മളോട് വേറെ അടുത്തോണ്ട് അടിക്കുമ്പോൾ ആ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല, ചിലപ്പോൾ അത് വർക്കാകത്തില്ല. പക്ഷെ ഞാൻ എപ്പോഴും കേൾക്കുന്ന ആൾക്കാർ ആസ്വാദനത്തിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പരിപാടി എഴുതുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ചിരി വരുന്നു. ഓക്കെ, അത് മറിച്ച് നമുക്കിതെടുത്ത് വെച്ചിട്ട് ഒരു വലിയ ഓഡിയൻസിൻ്റെ മുന്നിൽ ഇതെല്ലാം വായിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അത് പക്ഷേ നമ്മളൊരു 60% നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസും ബാക്കി ഇതൊക്കെ വർക്കാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ. ഇപ്പോൾ പഴയ പടങ്ങൾ കാണുമ്പോൾ എപ്പോഴും ചിരിക്കുന്നില്ലേ,
നമ്മൾ ഏത് പഴയ പടം കണ്ടാലും നമ്മളിപ്പോഴും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് എന്നുള്ളൊരു പരിപാടിയൊന്നുമില്ല. അത് നമ്മൾ അവരാ എഴുതി വെച്ചിരിക്കുന്ന പരിപാടികളും പിന്നെ നമുക്ക് ആസ്വദിക്കാനുള്ളൊരു ഇതുള്ളൂ. ചിലപ്പോൾ ഈ പഴയ കോമഡികൾ വേറെ ആൾക്കാർക്ക് ഇപ്പോൾ വേറെ ജനറേഷൻ ചിലപ്പം മനസ്സിലാകത്തില്ലായിരിക്കാം, വർക്കാകത്തില്ലായിരിക്കാം. അത് അങ്ങനെ എക്സ്പയറി ഡേറ്റ് എന്നുള്ളതല്ല. ഈ വാഴ 2 മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പോഴും ചോദിച്ചു എന്താണ് ഞങ്ങൾ അത് കുറേ ഷെഡ്യൂൾ ഇനിയും ബാലൻസ് ഉണ്ട്. ഇപ്പം കുറച്ച് ഷൂട്ട് നടന്നിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് വലിയ ത്രൂ ഔട്ട് പരിപാടികളൊന്നുമല്ല. അത് പുതിയ അവരുടെ കഥയാണ്. അപ്പം അതിനകത്ത് നമുക്ക് ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളും കരുതുന്നത്. 7G റെയിൻബോ കോളനി 2 ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് കേട്ടു. ശരിക്കും എന്താ പറയാറായിട്ടുള്ള അപ്ഡേറ്റുകളുണ്ടോ? ഷൂട്ട് നടക്കുന്നു. ഇപ്പോൾ കുറച്ചായി ഷൂട്ട് തുടങ്ങിയിട്ട്. അപ്പം ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടക്കണം. ഷൂട്ട് നടക്കുന്നുണ്ട്. ഇനി അറൗണ്ട് പകുതി പോർഷൻ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ശരിക്കും അത് ഭയങ്കര ഒരു കൾട്ട് ക്ലാസിക് പടമാണല്ലോ. ഇറ്റ്സ് റിമെയിൻ വൺ ഓഫ് ദ ടെക്സ്റ്റ് ബുക്കാണ് ആ ഒരു ജോണർ സിനിമകളിൽ. ശരിക്കും അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടോ അതിൻ്റെ ഒരു നായിക എന്ന് പറയുമ്പോൾ? ഉണ്ട്. എനിക്കും ഞാൻ ജനിച്ച സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. 2002 ഇറങ്ങിയ സിനിമയാണ് 7G റെയിൻബോ കോളനി. എനിക്ക് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ 2 എന്ന് പറയുമ്പോൾ ഇപ്പം ആൾക്കാർ അത് ഭയങ്കര പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ എനിക്കറിയില്ല അത് എങ്ങനെയായിരിക്കും ആൾക്കാർ സ്വീകരിക്കാമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് അതിനൊരു 2 എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക്കായ സിനിമയുടെ ഒരു 2 എടുക്കുന്നതിന് ആൾക്കാർ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എനിക്കറിയില്ല. ബട്ട് ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ വ്യസനസമേതം ബന്ധുമിത്രാദികൾ ജൂൺ 13 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.